ഗായ്സ്, നമ്മൾ വേറൊരു ഫ്ലാറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കാറ് മാത്രമേ ഉള്ളൂ. കാറെന്ന് വെച്ചാൽ കാറ് മാത്രമേ. ഈ അവിടുത്തെ കാർ പോലെ ഭയങ്കര ഫോറിൻ കാർ ഇതായിരിക്കും. പോഷ് നമ്മൾ നേരത്തെ കണ്ട ഫ്ലാറ്റില്ലേ, അതിൽ കുറേ എക്സ്പെൻസീവ് കാറുണ്ടാവും. പക്ഷെ ഇവിടെ അത്രയും കാറില്ല. ഇവിടെ ലോബി, ഓഫീസ്, ലിഫ്റ്റ് ആ സൈഡ്. നമുക്ക് സെക്കൻഡ് ബിൽഡിങ്, ഇത് ഫസ്റ്റ് ബിൽഡിങ്, അത് സെക്കൻഡിലേക്ക് പോകുന്നത് ഹിര വാട്ടർ ബഡ് ഫ്ലാറ്റ്. സെക്കൻഡ് ഫ്ലാറ്റാണ് നമ്മളുടെ. പല പ്രൊജക്റ്റ് വീഡിയോ ഒരെണ്ണത്തിൽ അതെടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് രണ്ടാമത് മറ്റേ GT എന്നൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയപ്പെടുത്തില്ലേ. അയ്യോ, വാവ്. ഫസ്റ്റ് ഫ്ലാറ്റ് സൗത്ത് ഇതുവഴിയാണെന്ന് തോന്നുന്നു. യെസ്, എനിക്ക് ഇതുവഴി പോകണ്ട. ഒരുപാട് കാറൊക്കെ കിടക്കുന്നുണ്ട്. കാറും കാര്യങ്ങളും എല്ലാം കിടക്കുന്നുണ്ട്. ആഹാ, ഇൻട്രസ്റ്റിങ്ങിന് പോകുമ്പോൾ ചുമ്മാ ഒരു വീഡിയോ കയറുക മനസ്സിലല്ലേ. നമുക്ക് എവിടെ പോകേണ്ട? നമുക്ക് സൗത്ത് ബ്ലോക്ക്, നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക്. നമുക്ക് നോർത്താണ്, നമുക്ക് സൗത്തിൽ പോവാം. യെസ്, സൗത്ത് ബ്ലോക്ക് പോവാം. 4th ഫ്ലോർ 4D. പറഞ്ഞു കട്ട് ലിഫ്റ്റ് ഇവിടെ ഉണ്ടാകുന്നു. യെസ്, എന്തോ അറിയാവുന്ന പോലെയൊക്കെ തന്നിട്ട് സർവീസ് ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ. ഞാൻ എന്ത് ചെയ്യുന്നത് പറയാം, ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് 14ാം നിലയിൽ, 4ാം നിലയിൽ വേണ്ട. അപ്പോൾ ഏതാദ്യം തന്നെയാണെന്ന് ഞാൻ നോക്കും. 14ആണോ 3ആണോ പറ. യെസ്, നമ്മൾ സർവീസ് ലിഫ്റ്റ് കയറാനൊക്കെ. സർവീസ് ലിഫ്റ്റ് നമുക്കുള്ളൂ, പക്ഷേ തുറക്കുന്നില്ല കേട്ടോ. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇത് സർവീസ് ലിഫ്റ്റ് കൊള്ളൂരത്തിൽ ദേഹം ഞാൻ പറഞ്ഞില്ല, പൊട്ടിപ്പൊളിഞ്ഞ് വീഴുള്ളൂ. ഇല്ല, ക്യാമറ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട് ക്യാമറ. നമുക്ക് 4th ഫ്ലോറിലാണ്. യെസ്, GT എങ്ങനെ ഉണ്ടാവില്ലേ. അവിടെ കുറച്ച് പോയി. അതിൻ്റെ അടുത്ത് മുമ്പൊരു ഫ്ലാറ്റ് ഉണ്ടാവുന്നു. ആ ഫ്ലാറ്റിൽ നിന്ന് ഓർഡർ ഉണ്ടാവുന്നു. അത് ഞാൻ പോയത്. എന്താ നമുക്ക് കട്ട് ചെയ്യാം. ഇത് കൊടുത്തിട്ട് എടുക്കാം. ഓക്കെ, 4th ഫ്ലോറായി. കട്ട് പറയുമ്പോൾ തുറയും കേട്ടോ, ശരിക്കും കട്ട്. ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോകണയാണ്. ഗൈസ്, ഇവിടെ അത്രക്കുള്ള കാർ കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ കുറച്ച് BMW കണ്ടോ, ഇവിടെ കുറച്ച് BMW അങ്ങനെയൊക്കെ. കുറച്ച് വഴി മാറിപ്പോയി. യെസ്, എനിക്കത് നോക്കാം. കുറച്ച് BMW ഉള്ളു, കുറച്ച് ബെൻസ്, കുറച്ച് അങ്ങനെയൊക്കെ ഉള്ളു. നമുക്ക് കൂടുതൽ BMW, കൂടുതൽ ബെൻസ് വേണം. ഇവിടെ എല്ലാം ടൊയോട്ട, ഹോണ്ടയൊക്കെയാണ് ഇല്ല. കണ്ടോ, പോർഷു എന്താ സ്കോഡ. നമുക്ക് പോവാം. ഓക്കെ, ഇങ്ങനെയുണ്ട് ഗൈസ്. കൊള്ളാവോ? ചുമ്മാ എന്താ ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണില്ല. ചുമ്മാ ഇറങ്ങി കാണാൻ നമുക്ക് തിരിച്ച് പോകാൻ വേറെ ഫ്ലാറ്റാ. പല ഫ്ലാറ്റ്. അയ്യോ, ലിഫ്റ്റ് പോയാ. അയ്യോ, എന്തായാലും ലിഫ്റ്റ് വരും. നമുക്ക് അവിടെ കൂടി പോകാമല്ലോ. ഇത് ഈ ഫ്ലാറ്റ്, ആ ഫ്ലാറ്റാണ് നേരത്തെ പോയത്. ആള് മാറി വേറെ ഫ്ലാറ്റിൽ പോയി. ഇതൊക്കെ ലിഫ്റ്റ് വരും, അല്ലെങ്കിൽ ലിഫ്റ്റ് close the gates. Close it. Yes. ഇത് ശരിയാവില്ല. നമ്മൾ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് പോയത്. അല്ലെങ്കിൽ പോയി തിരിച്ച് അങ്ങോട്ട് ലൊക്കേഷൻ അങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങോട്ട് നടന്നു എന്നെ പോലെ കാണിച്ചു. ഞാനവിടെ അങ്ങോട്ട് വിളിച്ചു. അടുത്ത ഫ്ലാറ്റിൽ പോവാം. ബൈ.
ബൈ. ഈ കാർ ഉണ്ടോ? ഈ കാർ ഇപ്പം ഞാൻ ഡെലിവറി ചെയ്തത്. ഈ കാറിൻ്റെ ഓണറാ BMW. ഫൈനൽ ഡെലിവറിക്ക് മുമ്പുള്ളൊരു ഡെലിവറിയാണ് ഈ കാറ്. യെസ്, ബംഗ്ലൂർ ബിൽഡിംഗ്. बाय. क्लोज कर दो. ओके ओके. നമ്മുടെ അവസാനത്തെ ഡെലിവറി ആയിരുന്നു ഇവിടെ. ഇൻസെൻറ്റീവ് അടിച്ച് 200 സംതിങ് 1000 സംതിങ് ആയപ്പോൾ ഇൻസെൻറ്റീവ് അടിച്ചപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം ഓടിയിട്ട് രണ്ടാമത്തെ ദിവസം ഓടാൻ പറ്റില്ല. വണ്ടി കുറേ കംപ്ലൈൻ്റ് ആയി. ശരിയാക്കി ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ തവണ അടിച്ചു. ആദ്യത്തെ 600 സംതിങ് ഉണ്ട്. 2000 മേലെ കിട്ടി. നൈറ്റ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. 2 ഓർഡർ തന്നെ 100 രൂപയുടെ അടുത്തായി. ഇതിലേക്കാണ് പോയത്. നമ്മുടെ ഓപ്പോസിറ്റ് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് മനസ്സിലായ? എവിടെ? സിറ്റി ഹോസ്പിറ്റൽ അല്ലേ? എന്തോ ഹോസ്പിറ്റലാണോ? അതിൻ്റെ പേര് ഞാൻ മറന്നു. ഫേമസ് ഹോസ്പിറ്റൽ. അയ്യോ, എന്താ അത്? ഓയ്യോ, ഞാൻ ഓയോൻ്റെ ഫ്ലാറ്റ് ഹോട്ടൽ ഇപ്പോഴാണ് മര്യാദക്ക് കാണുന്നത് തന്നെ. ഓയോ വേണോ? ഈ ഹോട്ടൽ വേണോ? ഈ ഹോട്ടൽ വേണോ? ഓയോ വേണോ? ഈ ഹോട്ടൽ വേണോ? ഓയോ വേണോ? ഹോട്ടൽ ഓയോ, ഹോട്ടൽ ഓയോ, ഹോട്ടൽ ഓയോ. ഹോട്ടൽ വേണോ? ഓയോ വേണോ? പെണ്ണില്ലാത്ത എനിക്ക് എന്ത് കോപ്പിന. പിന്നെ നിൽക്കുന്നില്ല, ഞാൻ പോട്ടെ. ഓക്കെ ബൈ. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് ഇൻസെൻറ്റീവ് അടിച്ച് പോയി. ഞാൻ അടിക്കുമ്പോൾ കരുതിയിരിക്കാൻ നിൽക്കും. വീട്ടിൽ കൂടെ വരാണെങ്കിൽ പണിയൊന്നുമില്ല, കിടന്ന് ഉറങ്ങാന്നുള്ളത്. അപ്പോൾ അടിക്കാൻ നേരത്തിൽ അങ്ങനെ അടിച്ച് കയ്യൊക്കെ അതിനടുത്ത് കഴിയാം. 16 മണിക്കൂർ പ്ലസ് ഓടിയിട്ടുണ്ട്. 16 മണിക്കൂർ ഓടിയിട്ടാ. സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാട്ടാ. ടിക്കൊക്കെ ഇതിൽ കാണിച്ചു തരട്ടാ. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിച്ചായിരുന്നു ഒരാൾ, നീ സൊമാറ്റോവും ബ്ലിങ്കിറ്റും ഒരുമിച്ച് ഓടുന്നു. ഷഡ്ഡി കീറി പോകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം കൊത വാങ്ങിക്കും കീറി പോകുന്നു. കീറാൻ കൊത ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. എൻ്റെ ഒരുമിച്ച് ഓടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ഞാൻ നിർത്തണേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ ഓയോ എവിടെ നോക്കട്ടെ. ഓയോ ഹോട്ടൽ. നമുക്ക് ബൈ ബൈ. അപ്പോൾ പോവാം. പിന്നെ ഞാൻ അവിടെ ഒരേ ഒരു തവണ മാത്രമേ ഓൺലൈൻ ഓഫ് ചെയ്തിട്ടുള്ളൂ ബ്ലിങ്കിറ്റ്. അത് ഫുഡ് കഴിക്കാനും മൊബൈൽ ചാർജ് ചെയ്യാനും ഉച്ചക്കൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ രണ്ടാമത് ഓൺലൈൻ ഓഫ് ചെയ്ത് ഇപ്പോഴാണ് ഓഫ് ചെയ്തത്. ബ്ലിങ്കിറ്റ് താങ്ക് യു ഫോർ വർക്കിംഗ് ഫോർ അസ് എന്നൊക്കെ. എന്ത് കാര്യമായിരിക്കും? ഇൻസെൻറ്റീവ് തന്നാൽ ഒരു കുഴപ്പമില്ല ഇല്ലേ? അടിപൊളി. ഇപ്പോൾ ഒക്കെ പട്ടിപ്പം കിട്ടിയിട്ടുണ്ട് 70 സംതിങ്. ഇപ്പോൾ 1200 സംതിങ് കണ്ടു കയറി. ഓക്കെ ബൈ ബൈ ബൈ. പോ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ബ്ലിങ്കിറ്റ് എന്നോട് 2 പ്രാവശ്യം ചോദിച്ചായിരുന്നു, ഈ ഓർഡർ കഴിഞ്ഞാൽ പിന്നെ ഓർഡർ എടുക്കുന്നുണ്ടോ ഇല്ലയോ, എസ് ഓർ നോ എന്നൊക്കെ പറഞ്ഞു. 2 വട്ടം ചോദിച്ചു 12 മണി കഴിഞ്ഞപ്പോൾ. കാരണം 16 മണിക്കൂറിൻ്റെ ഇതായില്ല. അത്ര മണിക്കൂർ. അപ്പോൾ ഞാൻ എന്തായെന്ന് ബ്ലിങ്കിറ്റ് ആലോചിച്ചിട്ട് ഇടയ്ക്ക് സെൽഫിയൊക്കെ ചോദിക്കും 1 മണിക്കൂറിൽ. അപ്പോൾ അതൊക്കെ അയച്ചു കൊടുത്തപ്പോൾ ഞാനത് മനസ്സിലായപ്പോൾ ബ്ലിങ്കിറ്റ് വിചാരിച്ച് എനിക്ക് തന്നു. എന്തെങ്കിലും ഇടപ്പോൾ ചോദിച്ചല്ല. സുമാരി അതുപോലും ഇല്ല കോപ്പ്. നൈറ്റ് ഇനി അടുത്ത പ്രാവശ്യം ബ്ലിങ്കിറ്റ് ഓടി ചെയ്തു. ബൈ. ഓയോ ഹോട്ടൽ ഓയോ.